സ്തോത്രം. ദൈവമക്കളുടെ മുൻപാകെ സാക്ഷ്യമായി കടന്നു വരുവാൻ സ്വർഗത്തിൽ ഒരു അവസരം ഒരുക്കി തന്നതിനാൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ യേശു കർത്താവ് നന്ദി അർപ്പിക്കുന്നു. അതിന് അവസരം ഒരുക്കി തന്നതായ കാൽപ്പാടുകൾ എന്ന ചാനലിനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഞാനൊരു ക്രിസ്ത്യാനിയായി CSI പാരമ്പര്യത്തിൽ ജനിച്ച് വളർത്തപ്പെടുവാൻ സ്വർഗത്തിലെ അടിയാളെ സഹായിച്ചു. ഏകദേശം 30 വയസ്സുവരെയും CSI പാരമ്പര്യത്തിൽ തന്നെയായിരുന്നു. ഇന്ന് ചർച്ചിൽ ഹല്ലേലൂയ CSIയിൽ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ചർച്ചിലെ അച്ഛന്റെ ഭാര്യ ഇങ്ങനെ പ്രസംഗിക്കുമായിരുന്നു. സ്ത്രീകളുടെ മീറ്റിങ്ങിൽ സ്വർഗത്തെ കുറിച്ചുള്ള കാര്യങ്ങളും കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള കാര്യങ്ങളും ആ അച്ഛന്റെ ഭാര്യ പറയുമ്പോൾ എനിക്ക് അതിനെ കുറിച്ച് കേൾക്കുവാനായി വളരെയധികം താല്പര്യവും ആകാംക്ഷയും ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ പിന്നിൽ എന്തോ ഒരു സത്യം ഉണ്ട് എന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. എന്നാൽ ദൈവത്തിന്റെ കരുണയാലെ ഏകദേശം 30 വയസ്സായ സമയത്ത് തന്നെ കുടുംബത്തിലെ കഷ്ടതകൾ, പ്രയാസങ്ങൾ, ഹല്ലേലൂയ ആമേൻ, സ്വസ്ഥതയും സമാധാനമില്ലാത്ത പലവിധ ഞെരുക്കങ്ങളുടെ അവസ്ഥയിലായിരുന്നു എന്റെ ജീവിതം. ഞാൻ ജനിച്ചപ്പോൾ മുതൽ എന്റെ ഹൃദയത്തിന്റെ വാൽവ് ചുരുങ്ങിയിരുന്നത് കാരണം ഏകദേശം 46 വയസ്സ് വരെ തുടർച്ചയായി ഗുളിക കഴിച്ചുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു. എന്നാൽ ആ സമയങ്ങളിൽ ഡോക്ടർ പറയും, ഈ ഗുളിക നിർത്തിയാൽ രക്തം കട്ട പിടിച്ചിട്ട് മരിച്ചു പോവും, അതുകൊണ്ട് ഒരു ദിവസം പോലും ഗുളിക മുടങ്ങരുത് എന്ന് പറയുമായിരുന്നു. അങ്ങനെ സ്ഥിരം ഗുളിക കഴിച്ചുകൊണ്ടിരുന്ന വെറും എല്ലും തോലും മാത്രമായിട്ട് ചിലർക്ക് ചതയെന്ന് പറയാനില്ലാത്ത വിധത്തില് എന്റെ ശരീരമായിരുന്നു. എന്തുകൊണ്ടെന്നാൽ കുടുംബത്തിന് സമാധാനമില്ല, സ്വസ്ഥതയില്ല എന്ന രോഗവും വളരെയധികം കഷ്ടതയുടെ അവസ്ഥയിലൂടെ കടന്നുപോയ വ്യക്തിയായിരുന്നു ഞാൻ. കൂടാതെ ഭർത്താവ് മദ്യത്തിന് അടിമയായി പിശാചിനാൽ ബന്ധിക്കപ്പെട്ട ഒരു വ്യക്തിയായി രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ പൂർണ്ണമായി മദ്യത്തിന് അടിമപ്പെട്ട് മദ്യപിച്ച് സ്വബോധമില്ലാതെ കിടക്കുന്ന സമയങ്ങളിൽ മന്ത്രങ്ങൾ പറഞ്ഞുകൊണ്ട് റോഡ് സൈഡിലൊക്കെ കിടക്കുന്ന അവസ്ഥയായിരുന്നു. ഇത് കണ്ടിട്ട് ഹൈന്ദവരായ അമ്മച്ചിമാർ വന്ന് എന്നോട് പറയുമായിരുന്നു, ഇത് ഹസ്ബൻഡ് സ്വന്തമായിട്ട് പ്രിന്റിംഗ് പ്രസ് നടത്തുന്ന ആളാണ്, എന്നാൽ സ്ഥാപനം നശിക്കുന്നതിന് വേണ്ടിയിട്ട് ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ക്ഷുദ്ര പ്രയോഗങ്ങൾ ചെയ്ത് സ്ഥാപനത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഈ വ്യക്തിയെ ഇങ്ങനെ പൂജകൾ ചെയ്ത് പിശാചിനെ അയച്ചിരിക്കുന്നത് കാരണം ഇങ്ങനെ മദ്യത്തിന് അടിമയായി പിശാചിനാൽ നിയന്ത്രിച്ച് നടത്തപ്പെടുന്നതാണ്. അതുകൊണ്ട് ക്ഷേത്രങ്ങളിൽ കൊണ്ടുപോയി ഈ വ്യക്തിയെ, ഈ പൈശാചിക ശക്തിയെ മാറ്റണം എന്ന് പറയുവാനിടയായിരുന്നു. എന്നാൽ മദ്യപാനം മാറുന്നതിന് വേണ്ടി ഗവൺമെന്റിന്റെ ഇതിൽ ചികിത്സിക്കുന്ന ആശുപത്രികളിൽ പല സ്ഥാനങ്ങളിൽ കൊണ്ടുപോയി ചികിത്സിച്ചിട്ടുണ്ട്. 15 ദിവസം, 21 ദിവസം അങ്ങനെയൊക്കെയും അനേക സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ചികിത്സിച്ചിട്ടുണ്ട്. എന്നാൽ നാമധേയമായി പ്രാർത്ഥിക്കുന്ന, അതായത് ഈ കത്തോലിക്ക സമുദായത്തിന്റെ കീഴിൽ ഇങ്ങനെ പിശാചിനെ ഒഴിപ്പിക്കുന്ന പല സ്ഥലങ്ങളിലും ചർച്ചുകളിലും കൊണ്ടുപോയിട്ടുണ്ട്. എന്നാൽ അവിടെ നിന്നൊന്നും ഒരു പൂർണ്ണമായ വിടുതലും സമാധാനവും കണ്ടെത്തുവാനായി കഴിഞ്ഞില്ല. എന്നാൽ ഈ സമയങ്ങളിൽ പെന്തക്കോസ്ത് ചർച്ചിലെ ദൈവദാസൻ എന്നോട് കടന്നു വന്നിട്ട് പറയുവാൻ ഇടയായിത്തീർന്നു, കർത്താവ് യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് പറഞ്ഞ് അവരോട് ചേർന്ന് ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നതിന് കടന്നു ചെല്ലുവാൻ ക്ഷണിക്കുവാൻ ഇടയായി. ഇങ്ങനെ ദൈവത്തിന്റെ കരുണയാൽ എന്റെ ഭർത്താവ് ഒരുമിച്ച് അവിടെ ചർച്ച കടന്നു പോകാനും അനേക നാളുകൾ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ആയിരുന്നപ്പോൾ അനേക പൈശാചിക ശക്തികൾ, മദ്യത്തിന് അടിമയാക്കുന്ന പൈശാചിക ശക്തികൾ വിട്ടുപോകുന്നത് കാണുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, മദ്യപാനിയെ സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു. എന്നെ കേൾക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ആരെങ്കിലും മദ്യത്തിനോ മയക്കുമരുന്നിനോ മറ്റു പാപ പ്രവൃത്തികളിലോ അകപ്പെട്ട് ജീവിക്കുന്ന വ്യക്തിയാണ് എങ്കിൽ അവർ സ്വയമായി ഇങ്ങനെ ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞ് അവരെ കുറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തി അവരെ തള്ളിക്കളയാൻ ഇടയാകരുത്. എന്നാൽ ആ വ്യക്തിക്ക് വേണ്ടി ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും മനസ്സുള്ള ഒരു വ്യക്തി ഉണ്ട് എങ്കിൽ, ആ വ്യക്തിക്ക് സ്വബോധമില്ല എങ്കിൽ അവർക്ക് വേണ്ടി ഇതിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ പൈശാചിക ശക്തികൾ വിട്ടുമാറുന്നില്ല എന്ന് ദൈവത്തിന്റെ വചനത്തിലൂടെ കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. ഇയ്യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഇയ്യോബിന്റെ സ്ഥിതിക്ക് ഭേദം വന്നു, സ്നേഹിതർക്കും വ്യത്യാസമുണ്ടായി എന്ന് കാണും. അതുപോലെ
ഹല്ലേലൂയ. അബ്രഹാം തന്റെ സഹോദരനായ ലോത്തിന് വേണ്ടി ദൈവത്തോട് മധ്യസ്ഥം ചെയ്തപ്പോൾ ഹല്ലേലൂയ ദൈവം അവനെ നശിപ്പിക്കാതെ അവിടെ നിന്നും ആ നാട്ടിൽ നിന്ന് തന്നെ രക്ഷിച്ച് മറ്റൊരു സ്ഥലത്ത് എത്തിക്കുവാൻ ഇടയായി തീർന്നു. ആമേൻ. ഞാൻ മറ്റു പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ നിന്നൊന്നും എനിക്ക് വിടുതൽ ലഭിക്കുവാനായി കഴിഞ്ഞില്ല. എന്നാൽ ഉപവസിക്കുന്ന പ്രാർത്ഥിക്കുന്ന ആത്മാർത്ഥമായി ജനങ്ങൾക്ക് വേണ്ടി ഇതിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടമാണ് പെന്തക്കോസ്ത് സമൂഹം. ഹല്ലേലൂയ. അവരോട് ചേർന്ന് ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ മനസ്സുണ്ട് എങ്കിൽ നിങ്ങളുടെ ഏത് വിഷയങ്ങൾക്ക് പരിഹാരം തരുവാൻ എന്റെ കർത്താവ് ശക്തനാണ്. മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടെ ഈ ഭൂമിയിലുള്ളതൊക്കെ നമുക്ക് തരാമെന്ന് അരുളി ചെയ്ത കർത്താവ് ഹല്ലേലൂയ നമുക്ക് വേണ്ടി വൻകാര്യങ്ങൾ പ്രവർത്തിക്കുവാൻ ശക്തനായ ദൈവമായി ഇന്നും നമ്മോട് കൂടെയിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരുണയാൽ അനേക വർഷങ്ങളുടെ ഉപവാസത്താലും പ്രാർത്ഥനയാലും ഇന്നൊരു ദൈവദാസനാക്കി എന്റെ കർത്താവ് രൂപാന്തരപ്പെടുത്തുവാനിടയായി. മനുഷ്യർക്ക് അസാധ്യം എങ്കിലും ദൈവത്തിന് സകലവും സാധ്യമാണ് എന്ന് എന്റെ അനുഭവത്തിലൂടെ കുടുംബത്തിന്റെ അവസ്ഥയിൽ വ്യത്യാസം തന്നത് കാരണം എനിക്ക് ധൈര്യമായി പ്രിയപ്പെട്ടവരോട് പറയുവാനായി കഴിയും. ഹല്ലേലൂയ. എന്റെ വിവാഹം 17ാമത്തെ വയസ്സിൽ നടക്കുവാനിടയായി തീർന്നു. 18ാമത്തെ വയസ്സിൽ ദൈവം എനിക്കൊരു മകനെ ദാനമായി നൽകി. മകന് 8 മാസം ഗർഭിണിയായിരുന്ന സമയത്താണ് ആ കുഞ്ഞിനെ പ്രസവിക്കുവാൻ. 8 മാസം വളർച്ചയുള്ളായിരുന്നു. ആ കുഞ്ഞിനെ പ്രസവിച്ച് 3 ദിവസമായപ്പോൾ കുഞ്ഞിന്റെ ശരീരം ഹല്ലേലൂയ ജീവൻ നഷ്ടപ്പെട്ട് ശരീരം മുഴുവൻ നീല നിറമായി മാറുവാനില്ല. അങ്ങനെ ആ കുഞ്ഞിനെ ഡോക്ടർ എടുത്തുകൊണ്ട് പോയി. ഹല്ലേലൂയ. എല്ലാവരും അറിയാവുന്നത് പോലെ കടനീരോടെ ദൈവത്തോട് നിലവിളിച്ച് നേർച്ചകൾ നേർന്ന് പ്രാർത്ഥിക്കുവാനിടയായിരിക്കും. എന്നാൽ ദൈവം മനസ്സലിഞ്ഞു. കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഈ ഭൂമിയിൽ 3 ദിവസം മാത്രം ജീവിച്ച ആ കുഞ്ഞ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ദൈവം മനസ്സലിഞ്ഞ് വീണ്ടും ആ കുഞ്ഞിന്റെ ജീവൻ മടക്കി നൽകി. കുറച്ച് സമയത്തിന് ശേഷം ഡോക്ടർ പറയുവാനിടയായി തീർന്നു ആ കുഞ്ഞിന്റെ ജീവൻ ശരീരത്തിന് ചലനമുണ്ട് എന്ന് പറയുവാൻ സ്വർഗത്തിന്റെ ദൈവം സഹായിച്ചു. ഇന്ന് ദൈവത്തിന്റെ കരുണയാൽ 37 വയസ്സുള്ള മകനായി 2 മക്കളുടെ പിതാവായി കാണപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം മനസ്സലിഞ്ഞ് ആ കുഞ്ഞിന്റെ ജീവൻ എനിക്ക് വേണ്ടി മടക്കി തന്നു. ഹല്ലേലൂയ. ആ മകൻ വിവാഹം കഴിഞ്ഞിട്ട് 7 വർഷം വരെ മക്കളില്ലാതിരുന്നു. എല്ലാവരും പറയുമായിരുന്നു ആശുപത്രി പോണം, ചികിത്സിക്കണം. 1-2 പ്രാവശ്യമൊക്കെ ആശുപത്രിയിൽ പോയി പരിശോധിച്ചു എങ്കിൽ ഹല്ലേലൂയ തുടർന്ന് അവർക്ക് അങ്ങനെ ചികിത്സിച്ച് തലമുറ കിട്ടണം എന്ന ആഗ്രഹം ഇല്ലായിരുന്നു. ദൈവിക വാഗ്ദത്ത പ്രകാരമുള്ള തലമുറ ദൈവം തരുമെന്ന് വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന്റെ സമയമാകുമ്പോൾ തരും എന്ന് പറഞ്ഞ് ഹല്ലേലൂയ മകനും മരുമകളും ഞങ്ങളെല്ലാം സഭയായി വിശ്വാസത്തോടെ പ്രാർത്ഥിപ്പാനിടയായിരിക്കും. ദൈവത്തിന്റെ കരുണയാൽ എന്റെ ഭർത്താവ് പ്രാർത്ഥിക്കുന്ന സമയത്ത് 7 എന്നൊരു സംഖ്യ കാണിച്ചു. അപ്പോഴും ഹല്ലേലൂയ മകനോട് പറയുവാനിടയായി തീർന്നു, മോനെ 7 വർഷത്തിനകം ദൈവം നിനക്ക് തലമുറ തരും എന്ന് പറയുവാൻ ഇടയായിരുന്നു. അതുപോലെ വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തൻ. വാക്ക് പറഞ്ഞ മാറാത്ത കർത്താവ് ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ദൈവം ഒരു തലമുറയെ തന്നു, ഒരു മകളെ തന്നു. ഹന്ന എന്നാണ് മകൾക്ക് പേരിട്ടത്. ഹല്ലേലൂയ. ആമേൻ. ആ മകൾക്ക് 7 വയസ്സായപ്പോൾ ശമൂവേൽ എന്ന ഒരു മകനെ കൂടി ദൈവം ദാനമായി നൽകി. ഇപ്പോൾ ഹല്ലേലൂയ 1.5 വയസ്സ് പ്രായം ആ കുഞ്ഞിനുണ്ട്. ദൈവത്തിന്റെ പുനർനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഡോക്ടർമാർ അസാധ്യമാണ് എന്ന് പറഞ്ഞ് തലമുറകൾ ഇല്ലാതെ ഭാരപ്പെടുന്ന വ്യക്തിയാണ് താങ്കൾ എങ്കിൽ വിശ്വസിച്ചാൽ ഈ ദൈവത്തിന്റെ മഹത്വം കാണണം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം ഈ അവസ്ഥകളിലൂടെ എന്റെ മകന് തലമുറയില്ലാതെ 7 വർഷത്തോളം ഹല്ലേലൂയ ഓരോരുത്തരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനില്ലാതെ ഭാരത്തോടെ വിഷമത്തോടെ ആയിരുന്നത് കൊണ്ട് ആ അവസ്ഥകൾ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതുകൊണ്ട് അതേ വിഷയത്തിന് ആരെങ്കിലും പ്രാർത്ഥന ആവശ്യപ്പെട്ട ധൈര്യമായി എനിക്ക് പ്രാർത്ഥിക്കുവാനായി കഴിയും. എന്റെ മകന് തലമുറ നൽകിയ ദൈവത്തിന് നിങ്ങൾക്കും തലമുറ നൽകുവാൻ കഴിയും. ഹല്ലേലൂയ. റാഹേലിന്റെ ഗർഭത്തെ ദൈവം അടച്ചിരുന്നു. എന്തുകൊണ്ടെന്നാൽ ഹല്ലേലൂയ ഒരു ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുവാൻ ദൈവത്തിന് പദ്ധതി ഉള്ളത് കൊണ്ട്. ഹല്ലേലൂയ. ഹന്നയ്ക്ക് ഹല്ലേലൂയ മക്കളില്ലാതെ ഭാരത്തോടെ കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും കരയുകയും ചെയ്യുന്ന സഹോദരിയായിരുന്നു. അത് മുഖാന്തരം ഹല്ലേലൂയ ശമൂവേൽ എന്ന ഒരു പ്രവാചകനെ ഹല്ലേലൂയ ഹന്ന എന്ന മാതാവിന് ലഭിക്കുവാനിടയായിരിക്കും. പ്രിയ സ്നേഹിത, നാം ഇന്ന് ഏത് വിഷയത്തിന് നമ്മുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ പിന്നത്തേത് ദൈവത്തിന്റെ മഹത്വം നമുക്ക് കാണുവാനായി കഴിയും. അന്ത്യകാല ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രവാചകനെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന് പദ്ധതി ഉള്ളത് കൊണ്ട്
തലമുറകൾ പുറത്തു വരാതിരിക്കാൻ പിശാച് പലപ്പോഴും ശ്രമിക്കുന്നുണ്ട്. ഹല്ലേലൂയ. മാനുഷ്യമായി നാം അസാധ്യമെന്ന് പലപ്പോഴും ചിന്തിക്കുന്ന കാര്യങ്ങൾക്ക് ഹല്ലേലൂയ ദൈവിക വാഗ്ദത്ത പ്രകാരം ദൈവത്തിന്റെ സമയത്തിനായി നാം കാത്തിരിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ, ക്ഷമയോടെ പ്രാർത്ഥിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ, ഇന്നലെ നാളെയായാലും നമ്മിലൂടെയുള്ള ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ പുറത്തു വരുമെന്ന് ഹല്ലേലൂയ ദൈവത്തിന്റെ വചനത്തിൽ ഭക്തന്മാരുടെ ഓരോ അനുഭവത്തിലൂടെയും നമുക്കത് മനസ്സിലാക്കുവാനായി കഴിയുന്നു. ഹല്ലേലൂയ, സ്തോത്രം. എന്റെ മകൻ ജനിച്ച് മകന് 4 വയസ്സ് പ്രായമുള്ളപ്പോൾ ദൈവം എനിക്കൊരു മകളെയും ദൈവം ദാനമായി നൽകിയിരിക്കും. അങ്ങനെ 2 മക്കളെ ദൈവം തന്നു. ഹല്ലേലൂയ. 4 കൊച്ചുമക്കളെയും തന്നു. എന്റെ മകൾക്ക് ഹല്ലേലൂയ 2 ആൺമക്കളെ ദൈവം തന്നു. എന്റെ മകളെ ഗർഭിണിയായിരുന്ന സമയം മുതൽ തന്നെ ബെഡ് റെസ്റ്റ് ആയിട്ട് ഞാൻ കിടക്കുന്ന അവസ്ഥയായിരുന്നു. 7 മാസം വരെ വീട്ടിൽ കിടക്കുകയും 7 മാസമായപ്പോൾ തിരുവനന്തപുരത്ത് ഹല്ലേലൂയ തക്കാട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എന്നെ അഡ്മിറ്റ് ചെയ്യുക. 9 മാസം 9 ദിവസം വരെ ഹല്ലേലൂയ കട്ടിൽ ചരിച്ച് തലകീഴായി എന്നെ കിടത്തിയിരുന്ന അവസ്ഥയായിരുന്നു. എന്നാൽ ആ സമയങ്ങളിൽ കുഞ്ഞ് ലഭിക്കുകയില്ല. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വയറുവേദന, അസ്വസ്ഥതയെ കുഞ്ഞിപ്പോ പുറത്തു വരും എന്നുള്ള അവസ്ഥയായിരുന്നു. എന്നാൽ എല്ലാ ദിവസങ്ങളിലും വൈകിട്ട് 4 മണിയാകുമ്പോൾ ഒരു ദൈവദാസൻ കടന്നു വന്നിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. എന്നിട്ട് ആ ദേവദാസൻ പറയുമായിരുന്നു, ദൈവിക വാഗ്ദത്ത പ്രകാരമുള്ള ഒരു തലമുറയെ ദൈവം തരും. ഈ അന്ത്യകാല ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവ് കണ്ടിരിക്കുന്ന തലമുറയാണ്, നീ ഒന്നുകൊണ്ട് ഭാരപ്പെടണ്ട എന്ന് പറഞ്ഞ് എന്നെ ധൈര്യപ്പെടുത്തി പ്രാർത്ഥിക്കുമായിരുന്നു. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഹല്ലേലൂയ ദൈവത്തിൻ്റെതായ സമയമായപ്പോൾ 9 മാസം 9 ദിവസവും തികയുന്നത് വരെ സ്വർഗത്തിലെ ദൈവം കണ്ണിലെ കൃഷ്ണമണി പോലെ ആ മകളെ കാത്ത് സൂക്ഷിച്ച് ഹല്ലേലൂയ ദൈവത്തിന്റെ സമയമായപ്പോൾ ആ കുഞ്ഞ് പുറത്തു വരുവാനിടയായി. യാതൊരു കേടുപാടുമില്ലാത്ത ഊനമില്ലാത്ത ഒരു മകളെയും ദൈവം ദാനമായി നൽകി. ദൈവത്തിന്റെ കരുണയാൽ ഇന്ന് മകൾക്ക് 34 വയസ്സുണ്ട്. ഹല്ലേലൂയ. അവൾക്ക് 2 ആൺമക്കളെ ദൈവം ദാനമായി നൽകി. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹാകരുണയ്ക്കായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്റെ ജീവിതത്തിലേക്ക് ഒന്നുകൂടെ ഇറങ്ങി നോക്കുകയാണെങ്കിൽ, ജനിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതുപോലെ ഹല്ലേലൂയ ഹൃദയത്തിന്റെ വാൽവ് ചുരുങ്ങിയത് കാരണം എപ്പോഴും ശരത് ക്ഷീണവും പ്രയാസവും അങ്ങനത്തെ അവസ്ഥയിലായിരുന്നു. എന്നാല് ഞാൻ ഇങ്ങനെ പെന്തക്കോസ്ത് ചർച്ചിൽ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഉപവാസ പ്രാർത്ഥനയിൽ ദേവദാസൻ ഇങ്ങനെ ഗസ്റ്റ് ആയിട്ട് വന്നൊരു ദേവദാസൻ എന്റെ തലയിൽ തൊട്ടിട്ട് പറഞ്ഞ്, കൂടുവിട്ട് അലയുന്ന പക്ഷിയെ പോലെയാണെന്ന് ദൈവാത്മാവ് കാണിക്കുന്നു. ഈ പകൽക്കാലം നിന്റെ പാപങ്ങൾ യേശുവിനോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ ഈ പകൽക്കാലം നിന്റെ മാനസാന്തരത്തിന്റെ പകൽക്കാലമായി തീരുമെന്ന് പറയുവാൻ ഇടയായി. ദൈവത്തിന്റെ കരുണയാൽ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന അതുവരെയും ഹൃദയം കരിങ്കല്ല് പോലെ കല്ലായിരുന്ന അവസ്ഥയായിരുന്നു. നിരാശയും ആത്മഹത്യാ പ്രേരണയും മാത്രമുള്ള ഒരു ഹൃദയമായിരുന്നു എന്റെ ഹൃദയം. ഹല്ലേലൂയ. സ്വർഗത്തിൽ നിന്നൊരു പ്രകാശം എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരികയും അതുവരെയും കല്ലായിരുന്ന ഹൃദയം മാറ്റി ഹല്ലേലൂയ ഹൃദയത്തിനകത്തേക്ക് ഒരു സമാധാനം കടന്നു വരുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. ഒരു പ്രകാശ ഹൃദയത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ, ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്നിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അതുവരെ അനുഭവിക്കാത്തൊരു സ്വസ്ഥതയും സമാധാനവും എന്റെ ജീവിതത്തിൽ അനുഭവിക്കുവാനായി കഴിഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന്റെ വചനത്തിൽ നാം നോക്കുമ്പോൾ ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചും ബോധം വരുത്തുന്നു. ആ പകൽക്കാലം എന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്റെ മേൽ വന്നത് കൊണ്ടാണ് എനിക്കൊരു പാപബോധമുണ്ടായി. പാപങ്ങൾ പരിശുദ്ധാത്മാവാകുന്ന ദൈവം ഉണർത്തിച്ചത് കൊണ്ടാണ് അതൊക്കെയും ഏറ്റുപറയുവാനും ഉപേക്ഷിക്കുവാനും ഇടയായി തീർന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പൊന്നുനാമം മഹത്വപ്പെടുമാറാകട്ടെ. തുടർച്ചയായി വീണ്ടും ദൈവത്തെ ആരാധിപ്പാനൊക്കെയും ദൈവം സഹായിച്ചു. ഹല്ലേലൂയ. ആമേൻ. അതിനിടയ്ക്കായി ഒരു സംഭവം നടന്നത് ഏകദേശം 15 ദിവസത്തോളം പൈശാചിക ബന്ധനത്താൽ മാനസിക രോഗിയായി എന്നെ മെഡിക്കൽ കോളേജിൽ കെട്ടിയിടുവാൻ ഇടയായിട്ടുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ആ സമയങ്ങളിൽ ഡോക്ടർമാർ, മാനസിക വിഭാഗത്തിലെ ഡോക്ടർമാർ പരിശോധിച്ചിട്ട് പറഞ്ഞത് ഭർത്താവിന്റെ മദ്യപാനം കാരണം സമാധാനം നഷ്ടപ്പെട്ട, സ്വബോധം നഷ്ടപ്പെട്ടതാണ്. ഇനി ഹല്ലേലൂയ സ്വബോധം തിരിച്ചു കിട്ടിയാൽ ഓർമ്മശക്തി കിട്ടുവാൻ സാധ്യതയില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതിയപ്പോൾ എനിക്ക് വേണ്ടി ഞാൻ കടന്നുപോയ പെന്തക്കോസ്ത് ചർച്ചിലെ ദൈവദാസന് ദൈവമക്കളും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിന്റെ ഫലമായിട്ട് ദൈവം മനസ്സലിഞ്ഞ് എനിക്ക് സൗഖ്യവും വിടുതലും തന്ന് യേശുവിന്റെ അത്ഭുത സാക്ഷ്യമായി ഇന്ന് തീരുവാൻ ദൈവം സഹായിച്ചു. അതിനുശേഷമായിട്ട് എനിക്ക് 2 വീലർ ഓടിക്കുന്നതിനും ലൈസൻസ് എടുക്കുന്നതിനും വണ്ടി ഓടിക്കാനും സ്വർഗത്തിൽ ദൈവം സഹായിച്ചു. കമ്പ്യൂട്ടർ കോഴ്സ് പഠിക്കുന്നതിനും
കമ്പ്യൂട്ടർ ജോലി ചെയ്യുവാനും സ്വർഗപ്രദയം അടിയാളെ സഹായിക്കും. ദൈവത്തിന്റെ പുനർനാമം മാത്രം മഹത്വപ്പെടട്ടെ. പ്രിയ സ്നേഹിത, എന്നെ കേൾക്കുന്ന നിങ്ങളെ അലറിയ ഏത് രോഗത്തിലും ഏത് പൈശാചിക ബന്ധനത്തിലാണ് അകപ്പെട്ട് ഡോക്ടർമാർ ഇനി സൗഖ്യം കിട്ടുകയില്ല എന്ന് പറഞ്ഞാലും നിങ്ങൾ ധൈര്യമായി യേശുവിനോട് പ്രാർത്ഥിക്കുക. യേശുവേ, ദൈവത്തിന്റെ വചനത്തിൽ ബർത്തിമായി എന്ന കുരുടൻ യേശുവിനോട് നിലവിളിക്കുന്നു. യേശുവേ, ദാവീദുപുത്രാ, എന്നോട് മനസ്സലിയണമേ എന്ന് നിലവിളിച്ചപ്പോൾ ആ ബർത്തിമായിയുടെ നിലവിളി കേട്ട് യേശു നിന്ന് ആ കുരുടനെ ആ നിമിഷം കാഴ്ച കൊടുക്കുവാൻ ഇടയായി തീർന്നു. പ്രിയ സ്നേഹിത, യേശുവിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. അലലിയ, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. അലലിയ, 18 വർഷം കൂനിയായി പിശാച് ഒരു സ്ത്രീയെ ബന്ധിച്ചു വെച്ചിരുന്നു. എന്നാൽ യേശു അവളെ സൗഖ്യമാക്കി. അവളുടെ ഭൂതം വിട്ടുപോയി. അവൾ നിവർന്ന് അലലിയ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ ഇടയായി തീർന്നു. 18 വർഷക്കാലം ആ കൂനിയായിരുന്ന സ്ത്രീയെ യേശു ബന്ധനമഴിച്ച് അവളെ വിടുവിച്ചതാണ്. അപ്പൊ ആ രോഗത്തിന്റെ പിന്നിൽ ഒരു രോഗബാധ അഥവാ ഒരു പൈശാചിക ശക്തി ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയുന്നു. ഹല്ലേലൂയ. അതുപോലെ 12 വർഷക്കാല രക്തസ്രവമായിരുന്ന ഒരു സ്ത്രീ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടപ്പോൾ ആ സ്ത്രീ ആ നിമിഷം സൗഖ്യമായി, ബാധ ഒഴിഞ്ഞ് സ്വസ്ഥയായി അവളുടെ ശരീരത്തിൽ അത് അനുഭവിച്ചറിയുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ, സ്തോത്രം. നമുക്കും യേശു സൗഖ്യം തന്നിട്ട് വെറുതെ ഭവനത്തിൽ അടങ്ങിയിരുന്ന് നമ്മുടെ കാര്യങ്ങൾ നോക്കി ഈ ലോകത്തിൻ്റെതായ ജോലിയും കാര്യങ്ങളും ചെയ്ത് വൃഥാവാക്കി സമയം കളയാതെ, സ്നേഹിത, യേശു നമുക്ക് എത്രയോ സൗഖ്യങ്ങൾ തന്നു, വിടുതൽ തന്നു, സമാധാനം തന്നു. ആശകരമായ കുഴിയിലും കുടഞ്ഞ ചേറ്റിലും കിടന്ന അമ്മേ, ആ യേശുവിന്റെ മകൻ സ്നേഹം തന്ന് ക്രിസ്തുവാകുന്ന പാറയിലേക്ക് അടുപ്പിച്ച ആ യേശുവിന്റെ സ്നേഹത്തെ കുറിച്ച് നാം മറ്റുള്ളവരോട് അറിയിക്കേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ അതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പൊ പറയാതെ മറ്റൊരാൾക്ക് അറിയാൻ കഴിയുകയില്ല. അതിനുവേണ്ടിയാണ് നമുക്ക് ഓരോരുത്തർക്കും ദൈവം ഇന്നും ജീവൻ തന്ന് നമ്മെ ജീവനോടെ വച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അതിനുശേഷമായി ഒരിക്കൽ ഹല്ലേലൂയ അതിന്റെ കാലുമുട്ട് നീര് വരികയും ചർച്ചിൽ പോയി പ്രാർത്ഥിച്ചിട്ട് അവിടെ കിടന്നതായ സമയത്ത് കണ്ണ് അല്പം അടഞ്ഞു വന്നതേ ഉള്ളൂ. ആ സമയം ഞാൻ കാണുന്നത് കാലിൽ എങ്ങനെയാണ് നീര് വന്നത് എന്നൊന്നും അറിയില്ല, എന്താണ് കാര്യങ്ങളൊന്നും അറിയില്ല. പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ഉണർന്നിട്ട് ഹല്ലേലൂയ എന്റെ കാലിൽ പാമ്പ് കടിച്ചതാണ് കാലുമുട്ട് നീര് വന്നത് എന്നെനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുവാൻ. ഹല്ലേലൂയ. തുടർന്ന് വീട്ടുകാർ ചേർന്ന് വിഷവൈദ്യന്റെ അവിടെ കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞത് തലേ ദിവസം പാമ്പ് കടിച്ചതാണ്. എന്നാൽ ഇവരൊന്ന് കുറച്ച് ഉറങ്ങിയിരുന്നു എങ്കിൽ പാമ്പിന്റെ വിഷം തലയ്ക്കുള്ളിൽ കടന്നിട്ട് ഹല്ലേലൂയ ഇവർ മരിച്ചു പോകുമായിരുന്നു എന്ന്. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് സാക്ഷ്യം പറയണമെന്നുള്ളത്, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നേ എന്നെ പേര് ചൊല്ലി വിളിച്ച യേശു കർത്താവ് കണ്ടിരുന്നത് കൊണ്ടാണ് എന്റെ ജീവനെ പിശാച് എടുക്കുവാൻ ഇടയാകാതെ വണ്ണം ഇന്നും ജീവനോടെ ആയിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. പ്രിയ സ്നേഹിത, മറ്റൊരുത്തനിൽ രക്ഷയില്ല. താൻ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് യേശു എന്ന രക്ഷകന്റെ നാമം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പിശാചിനാൽ ബന്ധിക്കപ്പെട്ട് സമനിലകളില്ലാതെ സുബോധം നഷ്ടപ്പെട്ട് പിശാചിനാൽ ബന്ധിക്കപ്പെട്ടവരായിരിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു എങ്കിൽ ആ വ്യക്തിയെ യേശുവിന്റെ രക്തം പറഞ്ഞ് പ്രാർത്ഥിക്കുക. യേശുവിന്റെ രക്തത്താൽ മുദ്രയിടണമേ എന്ന് പ്രാർത്ഥിക്കുക. ആ വ്യക്തിക്ക് സുബോധം വരുന്നത് വരെ ഏതെങ്കിലും ഒരു വ്യക്തി അവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ യേശുവിന്റെ രക്തത്തിന്റെ മുന്നിലും യേശുവിന്റെ നാമത്തിന്റെ മുന്നിലും ഒരു പൈശാചിക ശക്തികൾക്ക് നിൽക്കുവാൻ കഴിയുകയില്ല എന്ന് എന്റെ അനുഭവത്തിലൂടെ എനിക്ക് പറയുവാനായി കഴിയും. ഹല്ലേലൂയ. ഒരു കാര്യം കൂടി പറയുവാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ഏകദേശം 8 വർഷങ്ങൾക്ക് മുൻപേ ഒരു സംശയത്തിന്റെ പേരിൽ ഡോക്ടറോട് ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ട് എന്റെ ശരീരത്തിൽ ക്യാൻസറിന്റേതായ എന്തെങ്കിലും ഹല്ലേലൂയ അസുഖമുണ്ടോ എന്ന് നോക്കുവാനായി നിർബന്ധിച്ച് ഡോക്ടറെടുത്ത് പറഞ്ഞപ്പോൾ പരിശോധിച്ച് നോക്കിയപ്പോൾ സ്കാനിങ്ങിലൂടെ എന്റെ ബ്രസ്റ്റിൽ ക്യാൻസറിന്റെ തുടക്കമുണ്ട് എന്നറിയുവാനിടയായി. എന്നാൽ ഹല്ലേലൂയ തുടർന്ന് പരിശോധനയ്ക്കായി ആദ്യത്തെ ചെറിയൊരു ഓപ്പറേഷൻ ചെയ്ത് കുറച്ച് ഭാഗമെടുത്ത് പരിശോധിച്ചപ്പോൾ ക്യാൻസർ ഉണ്ടെന്നറിയുവാനും തുടർന്ന് തിരുവനന്തപുരം RCC അഥവാ റീജിയണൽ ക്യാൻസർ സെന്ററിൽ കടന്നുപോയിട്ട് ഇടഭാഗത്തെ ബ്രസ്റ്റ് പൂർണ്ണമായി മാറ്റുവാൻ ഇടയായി. ദൈവത്തിന് കരുണയാൽ ഹല്ലേലൂയ ഒരു റേഡിയേഷനോ കീമോയോ ഒന്നും ചെയ്യാതെ എന്റെ യേശുക്കൾ എന്നെ സഹായിച്ചു.
സൗഖ്യവും വിടുതലും ആശ്വാസവും തരുവാൻ എന്റെ കർത്താവ് എന്നോട് മനസ്സറിഞ്ഞു. സന്തോഷത്തോടുകൂടെ യേശു എന്നെ സൗഖ്യമാക്കി. നിങ്ങൾ യേശുവിനോട് പ്രാർത്ഥിക്കും. യേശു നിങ്ങളെ രക്ഷിക്കും, യേശു നിങ്ങളെ വിടുവിക്കും, യേശു നിങ്ങൾക്ക് സൗഖ്യം തരുമെന്ന് പറഞ്ഞ് ഹല്ലേലൂയ. RCCക്ക് അകത്തും അനേകരോട് യേശുവിന്റെ സാക്ഷിയാകുവാൻ സ്വർഗത്തിന്റെ ദൈവം സഹായിക്കും. ദൈവത്തിന്റെ സ്നേഹം എത്ര വലുത്. മുമ്പൊരിക്കൽ ഞാൻ RCC ട്രാക്ട് കൊടുക്കാൻ പോയിട്ടുണ്ട്. എന്നാൽ എന്റെ കയ്യിൽ ട്രാക്ട് ഇരിക്കുന്ന കേട്ടോ അവിടുത്തെ സെക്യൂരിറ്റിക്കാരെ പിസിലടിച്ച് മറ്റു സെക്യൂരിറ്റിക്കാരെ വിളിച്ചിട്ട് ഇവര് ട്രാക്ട് കൊടുക്കാൻ വന്നയാണെന്ന് പറഞ്ഞ് എന്നെ അവിടെ നിന്ന് കയറ്റിന്ന് പുറത്താക്കി. ഹല്ലേലൂയ. വളരെയധികം കരഞ്ഞുകൊണ്ട് ഹല്ലേലൂയ ഞാൻ ആ റോഡിലൂടെ നടന്നു വരുവാനിടയിൽ. എന്നാൽ ദൈവത്തിന്റെ കരുണയാൽ അന്നത്തെ ആ കണ്ണുനീര് കർത്താവ് കണ്ടിട്ട് ഹല്ലേലൂയ ആശുപത്രിക്കകത്തൂടെ സ്വാതന്ത്ര്യത്തോടെ നടന്നു പോകാൻ തക്കോണം സ്വർഗത്തിലെ ദൈവം എന്റെ ജീവിതത്തിലും അവസരമൊരുക്കി. ഈ ബ്രസ്റ്റ് എടുക്കുന്ന ഓപ്പറേഷന് വേണ്ടിയാണ്. എന്റെ 46 വയസ്സായപ്പോഴായിരുന്നു എന്റെ ഓപ്പറേഷൻ. അത് ആ സമയത്ത് ഹൃദയത്തിന് യാതൊരു കുഴപ്പമില്ല എന്ന് ശ്രീ ചിത്ര മെഡിക്കൽ സെന്ററിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടിയാലേ അവർ ഓപ്പറേഷൻ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ പരിശോധിച്ചപ്പോൾ എന്റെ ഹൃദയത്തിന് യാതൊരു ദോഷവും ഇല്ല, ഇനി യാതൊരു ഗുളികയും കഴിക്കണ്ട എന്ന് പറയുവാൻ തക്കോണം ദൈവം അത്ഭുത സൗഖ്യം നൽകിയത്. ഹല്ലേലൂയ, സ്തോത്രം. യേശുവിന്റെ പൊന്നനാമം മാത്രം മഹത്വപ്പെട്ടെ. ഇത്രത്തോളം ഇന്നും താണിറങ്ങി പ്രവർത്തിക്കുന്ന, തന്നോട് നിലവിളിക്കുന്ന ഭക്തന്മാർക്ക് വേണ്ടി താണിറങ്ങി പ്രവർത്തിക്കുന്ന യേശു കർത്താവെ മറ്റാരും ഇന്ന് ലോകത്തിലില്ല. സ്വന്തം ജീവൻ ബലിയായി നൽകി മനുഷ്യന്റെ പാപത്തെ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് കാൽവരിക്കുരിശ് യാഗമായി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റുന്ന ഇന്നും ദൈവമായി ജീവിക്കുന്ന ഈ യേശുവിനെ രക്ഷകനായി ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ മനസ്സുണ്ട് എങ്കിൽ പ്രിയ സ്നേഹിത, നിത്യനരകത്തിൽ വിലാതെ താങ്കൾക്ക് രക്ഷ പ്രാപിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. മറ്റൊരുത്തനിലെ രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം അത് യേശു എന്ന രക്ഷകന്റെ നാമം മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. കുടുംബത്തിലെ ഒരു വ്യക്തി യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ താങ്കൾ മുഖാന്തരം താങ്കളുടെ കുടുംബത്തിലെ മറ്റു വ്യക്തികളും രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായി. അതിനായി സ്വർഗത്തിലെ ദൈവം നിങ്ങളെല്ലാം സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിർത്തുന്നു. ഇത്രയും സമയാവസരത്തിൽ ഒരുക്കി തന്ന കർത്താവിന് നന്ദി പറയുന്നു. അതിന് അവസരം ഒരുക്കി തന്ന ഈ കാൽപ്പാടുകൾ എന്ന TV ചാനലിനോടുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് എന്റെ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മളെല്ലാം സമൃദ്ധി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. യേശുവിന്റെ സമാധാനത്താൽ നിങ്ങളെല്ലാം നിറയ്ക്കുമാറാകട്ടെ. ആമേൻ. മാറാനാഥ. ആമേൻ. ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാണ്.